KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ഒരു വർഷം പിന്നിടുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകാൻ സർക്കാരിന് സാധിച്ചുവെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിലെ വിജയികളെ മന്ത്രി അനുമോദിച്ചു. ജില്ലയിൽ നിന്നും കർണാടകയിലേക്ക് KSRTCയുടെ പുതിയ 15 ബസ് സർവീസ് ആരംഭിക്കും. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നും ആരംഭിക്കുന്ന സർവീസുകൾ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നും പ്രതീക്ഷ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ. പ്രകൃതിയുമായി കൂട്ടുകൂടാം എന്ന സന്ദേശമുയർത്തി ജില്ലയിലെമ്പാടും ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. മംഗൽപാടി ഹെൽത്ത് സെന്ററിനെ അവഗണിച്ച് അധികാരികളും ജനപ്രതിനിധികളും. ആവശ്യത്തിന് ഡോക്ടർമാരോ ഫാർമസികളോ ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കശാപ്പ് നിരോധനത്തിനെതിരെ ഇടതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു. നീലേശ്വരത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മയും ബീഫ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ ഒരു വർഷം പിന്നിടുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകാൻ സർക്കാരിന് സാധിച്ചുവെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തവർക്കും പരിശീലകർക്കുമുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കേരള സർക്കാരിന്റെ 1ാം വാർഷികാഘോഷവും കുടുംബശ്രീ 19ാം വാർഷികാഘോഷവും കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. കുടുംബശ്രീ കലോത്സവത്തിലെ വിജയികൾക്കുള്ള അനുമോദനവും പൂർവ്വകാല ചെയർപേഴ്സൺമാരെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. തുടർന്ന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തവർക്കും പരിശീലകർക്കുമുള്ള അനുമോദനം നെല്ലിക്കുന്നമലയുടെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വർഷം പിന്നിടുമ്പോൾ തീർച്ചയായും സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ആദ്യ ബഡ്ജറ്റിലും തുടർന്ന് വന്ന ബഡ്ജറ്റിലുമെല്ലാം കുടുംബശ്രീ സംവിധാനത്തെ മെച്ചപ്പെടുത്താനും ആ മേഖലയിലെ സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും ശാക്തീകരണ പ്രവർത്തനം തുടരാനും അതിൻ്റെ ഭാഗമായി നമ്മുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെല്ലാം വലിയ മാറ്റമുണ്ടാക്കാനും ആവശ്യമായ നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ വെച്ച് കുടുംബശ്രീ ജില്ലാ മിഷനുള്ള ഉപഹാര വിതരണവും മന്ത്രി നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP രഞ്ജിത്ത് ഉപഹാരം ഏറ്റുവാങ്ങി. കാസർഗോഡ് MP P കരുണാകരൻ പരിശീലകരെ ആദരിച്ചു. ചടങ്ങിൽ MLA മാരായ PB അബ്ദുറസാഖ്, K കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ജില്ലയിൽ നിന്ന് കർണാടകയിലേക്ക് KSRTC പുതിയ 15 ബസ് സർവീസുകൾ തുടങ്ങും. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്ന് മംഗലാപുരം വരെയാണ് സർവീസുകൾ. നിർമ്മാണം പൂർത്തിയാകുന്ന കാഞ്ഞങ്ങാട് കാസർഗോഡ് തീരദേശ പാത വഴിയായിരിക്കും സർവീസുകൾ. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് നിന്നും കർണാടകയിലേക്ക് പുതിയ 15 KSRTC ബസ് സർവീസ് തുടരുമെന്നാണ് അറിയിപ്പ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നും മംഗലാപുരം വരെയാണ് സർവീസുകൾ. നിർമ്മാണം പൂർത്തിയാകുന്ന കാഞ്ഞങ്ങാട് കാസർഗോഡ് തീരദേശപാത വഴിയായിരിക്കും സർവീസുകളെല്ലാം. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും 7ഉം കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്നും 6ഉം ഓർഡിനറി ബസ്സുകൾ മംഗലാപുരത്തേക്ക് സർവീസ് നടത്തും. കർണാടകയിലേക്ക് സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നും തുടങ്ങുന്ന 61 പുതിയ സർവീസുകളിൽ ഉൾപ്പെടുത്തിയാണിത്. അതേസമയം കാസർഗോഡ് മൈസൂർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നും പുതുതായി തുടങ്ങാനും ധാരണയായിട്ടുണ്ട്.
ഇതിനു പുറമെ കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും 2 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഗുരുവായൂർ മംഗലാപുരം റൂട്ടിലും സർവീസ് നടത്തുമെന്നാണ് സൂചന. ജില്ലയിൽ നിന്നും നിലവിൽ സർവീസ് നടത്തുന്ന 38 സർവീസുകൾക്ക് പുറമെയാണ് 15 സർവീസുകൾ അനുവദിച്ചിരിക്കുന്നത്. ബസ്സുകൾ ഡിപ്പോയിൽ എത്തുന്നതോടെ സർവീസ് ആരംഭിക്കും. മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് സർവീസ് ആരംഭിക്കാൻ ഇരു സംസ്ഥാനങ്ങളും ധാരണയായിട്ടുണ്ടെങ്കിലും എയർപോർട്ടിലുള്ള 400ഓളം വരുന്ന ടാക്സി ഡ്രൈവർമാരെ ബാധിക്കുമെന്നതിനാലാണ് സർവീസ് ആരംഭിക്കാത്തതെന്ന് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITU ജില്ലാ സെക്രട്ടറി മോഹൻകുമാർ KCN ന്യൂസിനോട് പറഞ്ഞു. കാസർഗോഡ് നിന്ന് മംഗലാപുരം എയർപോർട്ടിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കുറേ കാലമായി പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങൾ ആ വിഷയം പരിശോധിക്കുകയും മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മളൊരു പ്രാരംഭ നടപടി എന്ന നിലയിൽ കാസർഗോഡ് നിന്ന് മംഗലാപുരം എയർപോർട്ടിലേക്ക് ഉള്ള റൂട്ടും മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. മംഗലാപുരം എയർപോർട്ട് അധികൃതർ പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഇപ്പോൾ പ്രശ്നമായി നിൽക്കുന്നത് അവിടെ 400ഓളം ടാക്സികൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടാക്സി തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു വിധത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് കർണാടക RTC അധികൃതർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കർണാടക RTC ഇപ്പോൾ മംഗലാപുരം എയർപോർട്ടിൽ സർവീസ് നടത്തുന്നില്ല. അപ്പോൾ ഇതൊരു പ്രശ്നം കൊണ്ട് ഈ ക്രമസമാധാന പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. യാത്രാ ദുരിതം പേറുന്ന കാസർഗോഡ് ജനതയ്ക്ക് ഏറെ ആശ്വാസം പകരുന്ന തരത്തിലാണ് KSRTCയുടെ പുതിയ 15 സർവീസുകൾ ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനം. സർവീസുകൾ ആരംഭിക്കുന്നതോടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഗതാഗത ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നും കരുതപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് KCN. പ്രകൃതിയുമായി കൂട്ടുകൂടാം എന്ന മുദ്രാവാക്യവുമായി ലോകം ഒരു പരിസ്ഥിതി ദിനത്തെ കൂടി വരവേൽക്കാനൊരുങ്ങുന്നു. സർക്കാരും വിവിധ സംഘടനകളും എല്ലാ പരിസ്ഥിതി ദിനത്തിലും എന്ന പോലെ ഒരു തൈ നടാം എന്ന സന്ദേശവുമായി തയ്യാറെടുത്തു കഴിഞ്ഞു. പക്ഷേ കാലാകാലങ്ങളിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച ചെടികൾ സംരക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ കേരളമാകെ ഒരു വനപ്രദേശമായി മാറുമായിരുന്നുവെന്നാണ് പ്രകൃതി സംരക്ഷണ സമിതികളുടെ വിലയിരുത്തൽ. സംരക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കാതെ ചെടി നടൽ തുടർന്നാൽ പ്രകൃതി നമ്മെ ഒപ്പം കൂട്ടില്ല എന്ന താക്കീതാണ് ഇത്തവണ നമ്മൾ അനുഭവിച്ച കൊടും ചൂട് ഓർമ്മപ്പെടുത്തുന്നത്. ആത്മാർത്ഥതയുള്ള ഒരു ജനത പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം സമർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നു എന്നതിന് ഏറ്റവും ശക്തവും വ്യക്തവുമായ കാഴ്ചയാണ് എത്യോപ്യൻ ജനത ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ചത്. 8 കോടി ജനസംഖ്യ മാത്രമുള്ള രാജ്യത്ത് 1500 കോടി മരങ്ങളാണ് നട്ടുപരിപാലിച്ച് വളർത്തിയെടുത്തത്. ഓരോ തവണയും ഒരു ചടങ്ങിനെന്ന വണ്ണം നമ്മൾ മണ്ണ് നീക്കി കുഴിച്ചിടുന്ന ചെടികൾ മരങ്ങൾ എന്ന സ്വപ്നത്തിലേക്ക് വളരുന്നില്ല. ഇത്തവണയെങ്കിലും അതിലൊരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പരിസ്ഥിതി ദിനത്തിൽ കാസർഗോഡ് ജില്ലയിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വിതരണം ചെയ്യുന്നത് 4,67,000 വൃക്ഷത്തൈകളാണ്. സംസ്ഥാനത്തുടനീളം സർക്കാരും സന്നദ്ധ സംഘടനകളും മരത്തൈകൾ വെച്ചുപിടിപ്പിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷണം തന്നെയായിരിക്കും ആദ്യത്തെ ലക്ഷ്യമാകേണ്ടത്. അല്ലാത്തപക്ഷം വേരുകൾ മണ്ണിലുറക്കും മുൻപ് തന്നെ അവ പിഴുതെറിയപ്പെടാം. ന്യൂസ് ഡെസ്ക് KCN. ചികിത്സയ്ക്കായി ദിനംപ്രതി നിരവധി പേരെത്തുന്ന മംഗൽപാടി ഹെൽത്ത് സെന്ററിനെ അവഗണിച്ച് അധികാരികളും ജനപ്രതിനിധികളും. താലൂക്ക് ആശുപത്രിയായി മാറേണ്ടിയിരുന്ന മംഗൽപാടിയിലെ ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ഫാർമസിയോ ഇല്ല എന്നതും രോഗികളെ ദുരിതത്തിലാക്കുന്നു. താലൂക്ക് ആശുപത്രിയായി മാറേണ്ടിയിരുന്ന മംഗൽപാടി ഹെൽത്ത് സെന്ററിനെയാണ് അധികാരികളും ജനപ്രതിനിധികളും അവഗണിക്കുന്നത്. ദിനംപ്രതി നിരവധി രോഗികളെത്തുന്ന ആശുപത്രിയിൽ ചികിത്സിക്കാൻ വേണ്ടത്ര ഡോക്ടർമാരില്ല എന്നതും ദയനീയാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. മഴക്കാലം എത്തിയതോടെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും അടിസ്ഥാന സൗകര്യമില്ലാത്തതും രോഗികളെ ഏറെ വലയ്ക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവിടെ ഒരു ഡോക്ടർ ഒരു മെഡിക്കൽ ഓഫീസർ മാത്രമേ ഉള്ളൂ. പിന്നെ ആരുമില്ല. ഇപ്പോൾ മരുന്ന് കൊടുക്കാൻ പല ആൾക്കാരും വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും പേർ പോയ ഹോസ്പിറ്റലാണ് PHC മംഗൽപാടി. പക്ഷേ ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു ചികിത്സാ നടപടി ഇവിടെ എടുക്കുന്നില്ല. അധികൃതരാണ് ഇതിനെ മുൻകൈ എടുക്കേണ്ടത്. അത് അവർ എടുക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അത് ഇത് ചെയ്യണമെങ്കിൽ ഇവരെല്ലാം മെഡിക്കൽ ഓഫീസറെല്ലാം കറക്റ്റായിട്ട് ഇവിടെ ഡ്യൂട്ടിക്ക് ഹാജരാകുന്നില്ല എല്ലാവരും. പിന്നെ ഒന്ന് ലാബ് ടെക്നീഷ്യൻ ഇല്ല, മെഡിക്കലിലെ ആൾക്കാർ കുറവാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവം. പഞ്ചായത്ത് അധികൃതരായിട്ട് അതിൻ്റെ മേൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒന്നും നടപടിയെടുക്കാനില്ല. വർഷങ്ങൾക്ക് മുൻപേ CHC ആയി മാറിയിരുന്നെങ്കിലും ഇതുവരെയും CHCയുടെ പ്രവർത്തനം വേണ്ട പോലെ നടപ്പായിട്ടില്ല. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 8 ഗ്രാമപഞ്ചായത്തിനിടയിൽ വൊർക്കാടി, മീഞ്ച, മഞ്ചേശ്വരം തുടങ്ങിയ മിക്ക പഞ്ചായത്തിലെയും ജനങ്ങൾ ആശ്രയിക്കുന്നത് മംഗൽപാടിയിലെ ഹെൽത്ത് സെന്ററിനെയാണ്. ഡോക്ടർമാരുടെ അഭാവം കൂടാതെ ഫാർമസിയോ ലാബോ ഒന്നും തന്നെ ഇവിടെയില്ല എന്നതാണ് വാസ്തവം. ദിവസേന 500-ൽ പരം രോഗികളെത്തുന്ന ആശുപത്രിയിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇല്ല. പനിയടക്കമുള്ള രോഗങ്ങൾ പിടിപെട്ടെത്തുന്ന രോഗികളെ ഏറെ ഭീതിയിലാഴ്ത്തുകയാണ് ഈ അവസ്ഥ. നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് മംഗൽപാടി ഹെൽത്ത് സെന്ററിനെ ആശ്രയിച്ചിരിക്കുന്നത്. അധികൃതർ ഇവരുടെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
കശാപ്പ് നിരോധനത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിലും പ്രതിഷേധ കൂട്ടായ്മയും ബീഫ് ഫെസ്റ്റും. നീലേശ്വരത്ത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ കടന്നുകയറ്റത്തിനെതിരെയാണ് നീലേശ്വരത്തെ പ്രതിഷേധ കൂട്ടായ്മയും ബീഫ് ഫെസ്റ്റും സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റി മാർക്കറ്റ് ജംഗ്ഷൻ പരിസരത്ത് നടത്തിയ പരിപാടി CPM നീലേശ്വരം ഏരിയ സെക്രട്ടറി TK രവി ഉദ്ഘാടനം ചെയ്തു. ഓരോ ജീവിത ഓരോ കാലത്തെ വ്യത്യസ്തങ്ങളായ ഭക്ഷണ രീതികളാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ അൽഫാം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ തിന്നാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ പോയിട്ട് പണി ഉണ്ടാക്കുമെന്ന് പറയില്ലേ? ഭക്ഷണ രീതിയിൽ, നമ്മുടെ രസനയിൽ, നമ്മുടെ രുചിയിലെല്ലാം മാറ്റം വരികയാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള മതങ്ങളുണ്ട്, മതവിശ്വാസമുണ്ട്. ആ മതവിശ്വാസം അനുസരിച്ച് ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഭക്ഷണം. ബ്ലോക്ക് പ്രസിഡന്റ് KM വിനോദ് അധ്യക്ഷനായി. SFI സംസ്ഥാന കമ്മിറ്റി അംഗം KV ശ്യാംചന്ദ്രൻ, MV രതീഷ്, P ശ്യാംജി, ഷിബിൻ, K മണി, OV പവിത്രൻ എന്നിവർ സംസാരിച്ചു. കശാപ്പ് നിരോധനത്തിനെതിരെ കർഷക സംഘം പിലിക്കോട് 2 വില്ലേജ് കമ്മിറ്റി നടത്തിയത് വേറിട്ട പ്രതിഷേധം. ബീഫ് ഫെസ്റ്റിനോടൊപ്പം ഫാസിസത്തിനെതിരെയുള്ള ശില്പ പ്രദർശനവും നടത്തി. തെങ്ങിൻ്റെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് പോത്ത്, ബീഫ് വിളമ്പുന്ന മനുഷ്യർ എന്നിവയുടെ രൂപങ്ങൾ ഒരുക്കിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സുധാകരൻ വെള്ളച്ചാലാണ് രൂപങ്ങൾ ഒരുക്കിയത്. പ്രതിഷേധ പരിപാടി P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. എന്താ BJP നമ്മുടെ ഭരണാധികാരത്തിൽ വരുമ്പോൾ 10 കാര്യങ്ങളെല്ലാം നടപ്പിലായോ? ഇവിടെ RSSന്റെ നേതാക്കന്മാരുണ്ടാകും, BJPയുടെ നേതാക്കന്മാരുണ്ടാകും. അവിടെ ചോദിക്കട്ടെ, 2-3 കാര്യങ്ങൾ ചോദിക്കുക. അവർക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ പറയുക. എന്താ BJP അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത്? നമ്മുടെ നാട്ടിലെ കൃഷിക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, കൃഷിക്കാർ കടം കൊണ്ട് ആത്മഹത്യ ചെയ്യുക, അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കൃഷിക്കാരാ ഇതാ മോഡി വരട്ടെ, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ രാജ്യത്ത് കൃഷിക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. ഇവിടെ ഉത്പാദന ചെലവിന്റെ കൂടെ 50% കൂടി ചേർത്ത് ഈ രാജ്യത്തെ വില നിശ്ചയിച്ച് ഗവൺമെന്റ് ഉത്പന്നങ്ങൾ സംഭരിക്കും. A അപ്പുകുട്ടൻ, നന്ദകുമാർ, NV പ്രകാശൻ, N പുരുഷോത്തമൻ, ശശികല തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തോട് മുന്നോടിയായി വൃക്ഷത്തൈ വിതരണവും നടന്നു. കർഷക സംഘം പിലിക്കോട് 2nd വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യ മഴയിൽ തന്നെ അതിഞ്ഞാൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. KSTPയുടെ ഓവുചാൽ നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നടപടി വേണമെന്ന് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ. മഴ ശക്തി പ്രാപിക്കും മുമ്പ് തന്നെ കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി റോഡിൽ അതിഞ്ഞാലിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡിന്റെ പാതിഭാഗം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. മൻസൂർ ഹോസ്പിറ്റലിന്റെ മുൻവശത്തും പെട്രോൾ പമ്പിന്റെ സമീപത്തുമായാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. റോഡ് മധ്യത്തോളം വെള്ളം നിറഞ്ഞതോടെ ഇവിടെ വാഹന ഗതാഗതം ദുഷ്കരമായിട്ടുണ്ട്. 2 വാഹനങ്ങൾക്ക് ഒരേ സമയത്ത് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിട്ടുണ്ടെന്ന് സമീപത്തെ പെട്രോൾ പമ്പ് ഉടമ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിഞ്ഞാല് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ 1-2 മഴ പെയ്തപ്പോൾ തന്നെ ആ പെട്രോൾ പമ്പിൻ്റെ മുൻവശത്ത് കണ്ടമാനം വെള്ളം കെട്ടിക്കിടക്കുന്നു. ഒരു വണ്ടികൾക്കും പെട്രോൾ പമ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ കുണ്ടും കുഴിയായിട്ട് ചെളി കംപ്ലീറ്റ് വെള്ളം. 1-2 മോട്ടോർ സൈക്കിളുകാർ അവിടെ തെന്നി വീഴുക വരെ ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്കൊന്നും ശരിക്കും കയറാനും പറ്റുന്നില്ല. ഇവരെല്ലാം വന്ന് പരാതി നമ്മളോട് പറയും. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളതിൻ്റെ കോൺട്രാക്ടറെ വിളിക്കുന്നു, അയാൾ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നല്ലാണ്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി ഇപ്പോൾ ഇതുപോലത്തെ സ്ഥിതി തുടങ്ങി. ഈ മഴ തുടങ്ങി അന്ന് മുതൽ ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഇന്നും വെള്ളം വല്ലാതെ കെട്ടിക്കിടക്കുന്നു. KSTP നിർമ്മിച്ച ഓവുചാലുകൾ വെള്ളക്കെട്ട് നീങ്ങുന്നതിന് സഹായകരമാവുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വെള്ളക്കെട്ട് നീക്കാൻ KSTP അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ പറഞ്ഞു. നിരന്തരമായ ഇടപെടൽ നടത്തിയിട്ട് പോലും നമുക്കിത് പരിഹാരം കാണാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ നാട്ടുകാരായതിന് പ്രക്ഷോഭത്തിന് വരും എന്നുള്ള രൂപത്തിലുള്ള ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് KSTP അധികൃതർ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വെള്ളം ഡ്രൈനേജ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുക്കിവിടാനുള്ള ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ട നിലപാട് സ്വീകരിക്കാം. അതിനുവേണ്ടിയുള്ള സ്ഥല സൗകര്യങ്ങൾ പരിസരവാസികളോട് പറഞ്ഞ് സംസാരിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. റോഡിലെ വെള്ളക്കെട്ട് വാഹന അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്.
പഠിച്ച വിദ്യാലയങ്ങളിൽ തന്നെ പഠിപ്പിക്കുവാനും പ്രഥമ അധ്യാപികയാകാനും ഭാഗ്യം ലഭിച്ച എം ദാക്ഷായണി കാടങ്കോട് ഗവൺമെന്റ് വിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ചു. 36 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചർക്ക് സ്കൂൾ PTA യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗത്തിലെ മുഖ്യാതിഥി പി കരുണാകരൻ എംപിയായിരുന്നു. സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ആദ്യം നടന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് TV കൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ യാത്രയയപ്പ് സമ്മേളനവും MP ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം പ്രത്യേകമായി ഇപ്പോൾ എടുത്തു പോയാൽ കാരണം പൊതുവിദ്യാഭ്യാസത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ ഗവൺമെൻറ് സ്കൂളുകൾ ഉൾപ്പെടും, സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏത് ഗവൺമെൻറ് ആയാലും ചെലവിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം പാവപ്പെട്ട കുട്ടികളും പഠിക്കുന്നത് ഈ പൊതുവിദ്യാലയത്തിലാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങളിൽ ധാരാളം നമ്മൾ നാട്ടിലുണ്ട്. പക്ഷെ നിങ്ങളുടെ കുട്ടികളെയൊക്കെ അവിടെ അയക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, സാമ്പത്തികമായിട്ടുള്ളത്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പൊതുവിദ്യാലയം. കാടങ്കോട് നെല്ലിക്കാൽ സ്വദേശിയാണ് സ്കൂൾ സർവീസിൽ നിന്ന് വിരമിച്ച എം ദാക്ഷായണി ടീച്ചർ. 1 മുതൽ 10 വരെ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെയാണ് അവർ പ്രധാനാധ്യാപികയായി സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. താൻ പഠിച്ച സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഭാഗ്യവും ടീച്ചർക്ക് ലഭിച്ചിരുന്നു. 1981 പ്രൈമറി അധ്യാപികയായി കൈതക്കാട് AUP സ്കൂളിൽ ആരംഭിച്ച അധ്യാപന ജീവിതം 36 വർഷത്തിനു ശേഷമാണ് അവസാനിച്ചിരിക്കുന്നത്. മുൻ MLA K കുഞ്ഞിരാമൻ സ്കൂൾ PTA ഉപഹാരം സമ്മാനിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ T രവീന്ദ്രൻ, യൂസഫ് കോട്ടക്കാൽ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ VV ചന്ദ്രൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഷുക്കൂർ, PTA വൈസ് പ്രസിഡന്റുമാരായ M ചന്ദ്രൻ, TV റിയാസ്, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ PP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദാക്ഷായണി ടീച്ചറുടെ മറുമൊഴിയും നടന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ V പവിത്രൻ സ്വാഗതവും VHSE പ്രിൻസിപ്പാൾ VK രാജേഷ് നന്ദിയും പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ വൈവിധ്യങ്ങളായ കലാപ്രകടനങ്ങളും അരങ്ങിലെത്തി. പരിമിതികളിൽ വീർപ്പുമുട്ടി കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജീവനക്കാരുടെ ക്ഷാമം മൂലം ബെല്ലടിക്കുന്നത് മുതൽ ലാബ് അസിസ്റ്റന്റ് ജോലി വരെ നിർവഹിക്കുന്നത് സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകർ. 2007 കൊട്ടോടി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത്. 10 വർഷം പിന്നിട്ടിട്ടും സ്കൂളിന്റെ ബാലാരിഷ്ടത വിട്ടുമാറാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഓരോ അധ്യയന വർഷക്കാലം പിറക്കുമ്പോഴും അമിത ജോലി ഭാരം പേറേണ്ട ഗതികേടിലാണ് അധ്യാപകർ. അധ്യയന ദിവസങ്ങളിൽ പ്യൂണിന് സമാനമായ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ലാബ് അസിസ്റ്റന്റ് ചെയ്യേണ്ട മുഴുവൻ ജോലിയും അധ്യാപകരാണ് നിർവഹിക്കുന്നത്. 7 അധ്യാപകരുടെ തസ്തികയും സ്കൂളിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. 2007 ആരംഭിച്ച സ്കൂളിൽ ഇതുവരെ ലാബ് അസിസ്റ്റന്റ് നിയമിക്കാതുകൊണ്ട് അതിൻ്റെ ചുമതല പ്രധാനപ്പെട്ട പ്രിൻസിപ്പാളടക്കമുള്ള അധ്യാപകർ നിറവേറ്റുന്നു. രാവിലെ പ്രിൻസിപ്പാളടക്കം വന്ന ആൾക്കാർ അധ്യാപകർ സ്കൂളിൽ ബെല്ലടിക്കുകയും അതുപോലെ തന്നെ ഓഫീസുകൾ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്ക് പ്രധാന ജോലിഭാരമുള്ളതുകൊണ്ട് പ്രധാന വിഷയങ്ങളായ അവരുടെ പീരീഡുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഉടനടി ഇതിനൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് PTA ഭാഗത്തുനിന്നുള്ള ഒരു നിർദ്ദേശം. 6 ക്ലാസ് മുറികൾ ആവശ്യമുള്ള സ്ഥാപനത്തിൽ 3 മുറികൾ മാത്രമാണ് നിലവിലുള്ളത്. +1 ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് സ്കൂളിന്റെ സ്റ്റേജിലാണ്. മലയോര മേഖലയിലെ സ്കൂളിനെ സർക്കാർ അവഗണിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ 1 വർഷം പിന്നിടുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകാൻ സർക്കാരിന് സാധിച്ചുവെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിലെ വിജയികളെ മന്ത്രി അനുമോദിച്ചു. ജില്ലയിൽ നിന്നും കർണാടകയിലേക്ക് KSRTCയുടെ പുതിയ 15 ബസ് സർവീസ് ആരംഭിക്കും. കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നും ആരംഭിക്കുന്ന സർവീസുകൾ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നും പ്രതീക്ഷ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ. പ്രകൃതിയുമായി കൂട്ടുകൂടാം എന്ന സന്ദേശമുയർത്തി ജില്ലയിലെമ്പാടും ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. മംഗൽപാടി ഹെൽത്ത് സെന്ററിനെ അവഗണിച്ച് അധികാരികളും ജനപ്രതിനിധികളും. ആവശ്യത്തിന് ഡോക്ടർമാരോ ഫാർമസികളോ ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കശാപ്പ് നിരോധനത്തിനെതിരെ ഇടതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു. നീലേശ്വരത്ത് DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മയും ബീഫ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.